ബഹ്റൈനിലെ ഭൂരിഭാഗം പ്രവാസികളുടെയും പ്രതിമാസ വരുമാനം 200 ദിനാറിൽ താഴെയെന്ന് റിപ്പോർട്ട്. സ്വദേശികളേക്കാൾ പ്രതിമാസ ശമ്പളത്തിന്റെ കാര്യത്തിൽ പ്രവാസികൾ വളരെ പിന്നിലാണ്. സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ബഹ്റൈനിലെ സ്വദേശികളും പ്രവാസികളും തമ്മിലുള്ള പ്രതിമാസ വരുമാനത്തിന്റെ അന്തരം വ്യക്തമാക്കുന്നതാണ് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ അടുത്തിടെ പുറത്തുവിട്ട കണക്കുകൾ. രാജ്യത്തെ ഭൂരിഭാഗം പ്രവാസികളും പ്രതിമാസം സമ്പാദിക്കുന്നത് 200 ബഹ്റൈൻ ദിനാറിൽ താഴെയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പൊതുമേഖലയെ അപേക്ഷിച്ച് ബഹ്റൈനിലെ സ്വകാര്യ മേഖലയിൽ സ്വദേശികളെക്കാൾ 3 ഇരട്ടിയിലധികമാണ് പ്രവാസികൾ. എങ്കിലും അതിൽ 4% പ്രവാസികൾക്ക് മാത്രമാണ് 1000 ദിനാറിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളത്. പക്ഷേ സ്വകാര്യ മേഖലയിലെ 21% സ്വദേശികൾ 1000 ദിനാറിന് മുകളിൽ ശമ്പളം വാങ്ങുന്നുണ്ട്. 2025 ആദ്യപാദത്തിലെ കണക്കുകൾ പ്രകാരം 4,70,145 പ്രവാസികൾ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇവരിൽ 71%, അതായത് 3,32,270 പേരുടെയും പ്രതിമാസ വരുമാനം 200 ദിനാറിൽ താഴെയാണ്. ബഹ്റൈൻ സ്വദേശികളിൽ 2%, അതായത് 2,142 പേർ മാത്രമേ ഏറ്റവും കുറഞ്ഞ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവരായുള്ളൂ. പ്രവാസി തൊഴിലാളികളിൽ 14% പേർ 200 ദിനാറിനും 399 ദിനാറിനും ഇടയിൽ വരുമാനം നേടുന്നവരാണ്. ആകെയുള്ളവരിൽ 8% പേർ മാത്രമാണ് 400 ദിനാറിനും 599 ദിനാറിനും ഇടയിൽ പ്രതിമാസ ശമ്പളം വാങ്ങുന്നത്. 600 ദിനാറിനും 999 ദിനാറിനും ഇടയിൽ സമ്പാദിക്കുന്നത് വെറും 2% പേർ മാത്രവും. മൊത്തത്തിലുള്ള ശരാശരി കണക്കുകൾ പ്രകാരം സ്വദേശി തൊഴിലാളികൾക്ക് പ്രതിമാസം ശരാശരി 881 ദിനാർ ലഭിക്കുമ്പോൾ പ്രവാസികൾക്ക് ശരാശരി ലഭിക്കുന്നത് 271 ദിനാർ മാത്രമാണ്. 60 വയസ്സും അതിൽ കൂടുതലുമുള്ള സ്വദേശികളാണ് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്നത്. പ്രവാസികളിൽ 50 മുതൽ 59 വയസ്സിനിടയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ പ്രതിമാസ വരുമാനം നേടുന്നവർ. ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ.